അപ്പോൾ ഇന്ന് അമ്മയ്ക്ക് കുക്കിംഗ് ഒന്നും ചെയ്യാൻ പറ്റത്തില്ല കേട്ടോ. അമ്മയുടെ കയ്യിൽ പട്ടി കടിച്ചായിരുന്നു, അതുകൊണ്ട് വലിയൊരു മുറിവാണ് കേട്ടോ. അപ്പോൾ അത് ഇങ്ങനെ തട്ടുമ്പോൾ അമ്മയ്ക്ക് നല്ല വേദന ഉണ്ട്. അതുകൊണ്ട് അമ്മ ഒരു വക ജോലിയും ഞാൻ അമ്മയെ കൊണ്ട് ചെയ്യിപ്പിച്ചില്ല. അപ്പം നമ്മളിന്ന് കുക്കിംഗ് ചെയ്യാൻ പോവാണ് കേട്ടോ. എനിക്ക് ഏറ്റവും അറിയാത്തൊരു കാര്യമാണ് കുക്കിങ്. ഞാൻ ഉണ്ടാക്കി കഴിക്കുമ്പം അതെനിക്ക് ഇഷ്ടപ്പെടും, മറ്റുള്ളവർക്ക് അത് ഇഷ്ടപ്പെടുമോ എന്ന് എനിക്കറിയത്തില്ല. എന്തായാലും ഇന്ന് ട്രൈ ചെയ്ത് നോക്കുക. എൻ്റെ പ്ലാൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ വെണ്ടയ്ക്ക തോരനും ചമ്മന്തിയും ഉണക്കമീനും കൂടെ കൊടുക്കാനാണ് എൻ്റെ പ്ലാൻ ഇങ്ങനെയൊക്കെ ആണെങ്കിലും പക്ഷേ എനിക്ക് വെണ്ടയ്ക്ക മെഴുക്കുവരട്ടി ഉണ്ടാക്കാൻ എനിക്കറിയത്തില്ല. ഞാൻ ഇടയ്ക്കിടയ്ക്ക് അമ്മയോട് ചോദിക്കുന്നുണ്ട്, അമ്മ ഇങ്ങനെയാണോ, ഇതൊക്കെ ഇടണോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അമ്മ എന്തൊക്കെ ഇടണമെന്ന് പറയുന്ന സാധനം ഞാൻ അതേപോലെ ഇടുന്നുണ്ട് കേട്ടോ. ഇനി ഇത് ഉണ്ടാക്കി വരുമ്പോൾ അമ്മയ്ക്ക് ഇഷ്ടപ്പെടുമോ എന്ന് എന്തുവന്നൊന്നും എനിക്കറിയത്തില്ല. പിന്നെ ഞാൻ ചെയ്യാൻ പോകുന്നത് ഉണക്കമീൻ വറുത്തതാണ് കേട്ടോ. അത് കഴുകാതെ വെച്ച് മണപ്പിച്ചപ്പോൾ നല്ല നാറ്റം ഉണ്ടായിരുന്നു. പിന്നെ കഴുകിയിട്ടാണ് ഞാനിത് വറുത്തത്. എന്നിട്ട് വറുത്തെടുത്ത് പിന്നെ അമ്മയ്ക്ക് ഉണക്കമീനും മെഴുക്കുവരട്ടി ഐറ്റംസൊക്കെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. പിന്നെ അമ്മയ്ക്ക് വലിയ വലിയ കറികളൊന്നും കഴിക്കണമെന്നില്ല. ഇങ്ങനത്തെ കുഞ്ഞു കുഞ്ഞ് ചമ്മന്തി, തൈര്, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെയാണ് അമ്മയ്ക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടുന്ന കാര്യം. പിന്നെ ഞാൻ എപ്പോൾ ചമ്മന്തി വെച്ചാലും എൻ്റെ ചമ്മന്തി എപ്പോഴും കറുത്തിരിക്കും കേട്ടോ. അതെന്താണെന്ന് എനിക്കറിയത്തില്ലായിരുന്നു. പിന്നെ അമ്മയടുത്ത് ഞാൻ ചോദിച്ചപ്പോഴാണ് അമ്മ പറഞ്ഞത് മഞ്ഞപ്പൊടിയും പിഴുപുളിയും കൂടുതൽ ഇടുന്നതുകൊണ്ടാണ് ചമ്മന്തി കറുത്ത് വരുന്നതെന്ന്. പക്ഷേ ഇന്നുണ്ടാക്കിയ ചമ്മന്തി ഉണ്ടല്ലോ, കറക്റ്റ് അമ്മ ഉണ്ടാക്കുന്ന ചുമന്ന ചമ്മന്തിയെ പോലെ എനിക്കത് കിട്ടിയായിരുന്നു കേട്ടോ. അത് കണ്ട് എനിക്ക് സന്തോഷമായി. അമ്മ പറഞ്ഞപ്പോഴാണ് എനിക്കിതൊക്കെ മനസ്സിലായത്. ഫുഡൊക്കെ റെഡി ആയിട്ടുണ്ട്. ഇപ്പോൾ ഇതൊന്നും കഴിച്ചിട്ട് അമ്മയ്ക്കൊന്നും പറ്റാതിരുന്നാൽ മതിയായിരുന്നു ദൈവമേ. അപ്പോൾ ഇത്രയേ ഉള്ളൂ.